ഇപ്പോൾ ദ വിന്നറി സർവകലാശാല വി സി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു സംഘടനയുടെ ധാർഷ്ട്യമാണ്. അത് SFI ആണോ ആ ധാർഷ്ട്യമുള്ള സംഘടന? അല്ല എന്നൊന്നും പറയില്ല. അതെ അല്ല ഇപ്പോൾ ഉള്ള ഇതില് ഓരോ ഏത് പോപ്പുലേഷൻ എടുത്താലും അതിൽ ധാർഷ്ട്യം ഉണ്ടായിരിക്കും, ധാർഷ്ട്യമില്ലാതെ മീഡിയമുള്ള ആൾക്കാരുണ്ടായിരിക്കും, സാധുക്കളുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഈ സംഘടനയിലും ഉണ്ടായിരിക്കും. ഈ സംഘടന ഇങ്ങനെ ധാർഷ്ട്യം ഉണ്ടാകുന്ന അങ്ങനെ പറയാനുള്ള ഒരു മുൻകാരണം എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊന്നുമില്ല. യൂണിവേഴ്സിറ്റിയിൽ ഈ സംഭവം കണ്ടിട്ടാണോ ഈ സംഭവം കണ്ടിട്ടോ? ഇവര് ബാക്കിയുള്ളവരെ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ലേ? അത് അല്ല, സാധാരണ എല്ലായിടത്തും ഇതൊക്കെ കാണാറുണ്ട്. മറ്റുള്ള അവർ ഇലക്ഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള മറ്റുള്ള സംഘടനകളിൽ നിന്നും ആരും നോമിനേഷൻ കൊടുക്കുകയോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയോ ഒന്നും ഉണ്ടായി. അത് അവിടെ അംഗങ്ങളില്ല എന്നായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാം. ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് അവിടെ അധ്യാപകരുടെ വലിയ പിന്തുണ ഉണ്ടാകുന്ന ആരോപണമുണ്ട്. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. അധ്യാപകർ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു അധ്യാപകൻ അങ്ങനെ ഒരു ഇത് കൊടുക്കില്ല എന്നുള്ള, ഞാൻ കഴിഞ്ഞ 37 വർഷമായിട്ട് ഒരു അധ്യാപകനായിരുന്ന ആളാണ്. അപ്പോ അധ്യാപകർ സാധാരണ എന്റെ അറിവിൽ അങ്ങനെ കൊടുക്കാറില്ല. ആയിരിക്കാം. ഇത്രയും ആളുകൾ കൂടി ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റി പരസ്യമായി വിചാരണ ചെയ്ത ഒരാളെ കൊല്ലുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് അവിചാരിതമായി ഒരു സംഭവിക്കുന്നതാണോ? അല്ല, അതിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരു ആൻസർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഈ മരണം പിന്നെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിൽ വന്നിട്ടുണ്ടോ? അതായത് ഈ മരണം സംഭവിച്ച ബാത്റൂമിൽ കെട്ടി തൂങ്ങിയതാണ്. ആ വാതിൽ തല്ലി പൊളിക്കുകയുണ്ടായത്. ദാറ്റ് മീൻസ് അത് സൂയിസൈഡാണ്, നോട്ട് മറ്റുള്ള ഭാഗത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആരാണ് പൊളിച്ചത്? അത് ഡീന്റെ സാന്നിധ്യത്തിൽ അവിടെയുള്ള കുട്ടികളും അവിടുത്തെ 1-2 അധ്യാപകർ അവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കും. ഞായറാഴ്ചയായിരുന്നു ആണ് അത് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് കിട്ടിയത്. ഇതിന്റെ ഡീൻ ആണ് പറയുന്നത് തള്ളി തുറന്നെന്ന് അല്ലേ? അതിപ്പോ മറ്റുള്ള അധ്യാപകരും ഉണ്ടായിരുന്നു, ഈ ഡീൻ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിൽ കയറി കഴിഞ്ഞാൽ ഇത്രയും അരാജകത്വം നിറഞ്ഞ ഒരു സംവിധാനമാണ്. ഇന്ന് ഇപ്പൊ അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും MLA മാരും കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി, ആ കോളേജ് ക്യാമ്പസിനകത്ത് അധ്യാപകർക്ക് റോളും ഇല്ല എന്നുള്ളതാണ് തെളിവല്ലേ? അല്ല, ഒരു നിരീക്ഷണമോ ഒരു രീതിയിലുള്ള ഒബ്സർവേഷൻ അവിടെ നടക്കുന്നില്ല. ഡീനും അതുപോലെ തന്നെ VC-ക്കും ഇതിന് ഉത്തരവാദിത്തമില്ലേ? VC-ക്കും ഡീനിന് ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും. അസിസ്റ്റന്റ് വാർഡനും വാർഡനാണ്, വാർഡൻ ഡീനാണ്. അപ്പൊ അവർക്ക് ഇടയ്ക്ക് പോയി പരിശോധിക്കാനും ഉള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഈ അധ്യാപക സംഘടനകൾ പേടിച്ചിട്ടാണോ ഇങ്ങനെ പോവാതിരുന്നത്? അതെനിക്കറിയില്ല. ഈ വക കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡേ ടു ഡേ ഇതാണ്. എന്തെങ്കിലും അവിചാരിതമായി ഔട്ട് ഓഫ് ദി വേ കാര്യങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. അതർവൈസ് ഇല്ല. സാധാരണ റൂട്ടീൻ പ്രൊസീജിയേഴ്സ് ഒന്നും VC-ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും റൂട്ടീനായിട്ട് നടക്കുന്നതായിട്ടാണ് നമുക്കറിയാം. അല്ല, നമുക്ക് അവിടെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ സാധാരണ രീതിയിൽ എല്ലാം നടക്കുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അതെ. ഇപ്പൊ ഈ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ അവിടുത്തെ ഇപ്പൊ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വിദ്യാർത്ഥികളെ ഒളിവിൽ പാർപ്പിക്കാൻ സംരക്ഷിക്കാൻ അധ്യാപകരുടെ ഉൾപ്പെടെ സഹായം തേടിയെന്നുള്ള ആരോപണം ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങേക്ക് അത് പറയാൻ പ്രയാസമായിരിക്കും, കാരണം അങ്ങനെ ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു VC-ആണ്. പക്ഷെ എങ്കിൽ പോലെ അതിന് മുൻ അത് ഇല്ല. എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം, സംശയമില്ലാത്ത കാര്യമല്ലേ? അത് ഒരു കാരണവശാലും സംഭവിക്കാൻ നിയമപരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ഈ VC സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റി നേരെ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ? അത് പൂർണ്ണമായ അധികാരം ഒഴിഞ്ഞു തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്, വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ തൽക്കാലം സസ്പെൻഷൻ ഓർഡർ കിട്ടി. ഞാൻ ഇഷ്യൂ ചെയ്യാനിരുന്നിരുന്ന ഓർഡർ പോലും സൈൻ ചെയ്യാതെ ആണ് ഞാൻ പോന്നിരിക്കുന്നത്. എനിക്ക് അതിനെ സസ്പെൻഡ് ചെയ്തിട്ട് ഗവർണർ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്.
പിന്നെ ഞാൻ അതിലെ സർക്കാർ പ്രതിനിധികളുമായിട്ട് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ? സ്വാഭാവികം മന്ത്രിയെ ഞാൻ വിളിച്ചു, പക്ഷെ എനിക്ക് ലൈനിൽ കിട്ടിയില്ല. ഗവർണർക്ക് അധികാരമുണ്ട് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാൻ. ചോദ്യം ചോദിച്ചിട്ട് ചെയ്യേണ്ടതാണ് മര്യാദ. അതെ, നിയമപരമായിട്ടും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടതാണ്. മന്ത്രിയെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയാം. പക്ഷെ മാഡം മീറ്റിങ്ങിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, കിട്ടിയിട്ടില്ല. മന്ത്രി പറയുന്നത് ഇത് സർക്കാരുമായിട്ട് പോലും കൂടിയാലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയാവുകയായിരുന്നു VC. എനിക്കൊന്നും പറയാനില്ല. അല്ല, കുറച്ച് നാളുകളായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് VC ഗവർണറും ഇവരും തമ്മിൽ വലിയ അകൽച്ച നിലനിൽക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു ഇരയാക്കപ്പെടുകയാണ്. എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല. ഗവർണറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ളൊരു VC ആണ് വെറ്ററിനറി യൂണിവേഴ്സിറ്റി. അദ്ദേഹം അവിടെ വരവും പോക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ഡെയിലി റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തിന് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അവിടെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴും സാറ് കാലത്ത് വന്ന് പോയിരുന്നു. അദ്ദേഹം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്തു. അത് ഉണ്ടായില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ അവിചാരിതമായിട്ടാണ് ഇത് സംഭവിച്ചത്. എനിക്ക് 5 മാസമേ ഉള്ളൂ. 5 മാസമേ ഉള്ളൂ. ശാന്തമായിട്ട് വീട്ടിൽ വന്ന്, അതാണ് ഞാൻ കഴിയും വേഗം ഔദ്യോഗിക വാഹനം അടക്കം ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നത്. ഇതില് ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അതിനകത്ത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്കെതിരായ ഒരു പരാതി അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിന് തന്നെ നടപടികൾ ആരംഭിക്കുന്നു. അത് പിന്നെ അവസാനം കുട്ടി മരിച്ചു എന്നുള്ള കാരണത്തിൽ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ അസാധാരണമായ സാഹചര്യം. അതെ അതെ, ഈ വിവരം VCക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയതും ഈ വക കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി മരിച്ച സിദ്ധാർത്ഥനെതിരെ കംപ്ലൈന്റ് കിട്ടിയത് VCക്ക് രജിസ്ട്രാർക്കും അറിയില്ല. ഈ മരണത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മരണത്തിന് ശേഷം ഒരു കംപ്ലൈന്റും അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു ഇതും ആ കുട്ടിയെ പറ്റിയിട്ട് എന്റെ ടേബിളിൽ വന്നിട്ടില്ല. അധ്യാപകര് ഒളിവിലിരിക്കുന്ന ഒരു കേസിലെ പ്രതിയായ ഒരാൾക്ക് ഒപ്പിടാൻ അവസരം കൊടുക്കുമ്പോഴാണ് ഒപ്പിടാൻ പറ്റുന്നത്. എനിക്കറിയില്ല. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ടേബിളിൽ ഈ ഇത്തരത്തിലുള്ള പരാതി വന്നിട്ടില്ല. ഈ വിദ്യാർത്ഥിനിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചിരുന്നു. ഇല്ല, അത് ഈ പറഞ്ഞത് ഇപ്പൊ ഇതിനു ശേഷം വന്ന പരാതിയല്ലേ പറയുന്നത്. ഇത് VCയുടെ ടേബിളിൽ എത്തിയിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. കോളേജ് സമിതി രൂപീകരിച്ചിരുന്നു, അവരൊരു കമ്മിറ്റിയെല്ലാം കൂടിയിരുന്നല്ലോ. വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം സ്വാഭാവികമായി ഇത്ര ഒരു പ്രമാദമായ കേസല്ലേ അപ്പൊ നമ്മൾ അന്വേഷിക്കണം. അല്ല, അന്വേഷിക്കുന്ന വെച്ചാല് അത് ഞാൻ അന്വേഷിക്കണമെങ്കിൽ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം. അതെ, വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു, ഒരു മരണം നടന്നു, അതിൽ എന്തൊക്കെ നടന്നു എന്ന് പൂർണ്ണമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം VC എന്ന നിലയിൽ അല്ല, തീർച്ചയായിട്ടും ഇത് എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വന്നെങ്കിലല്ലേ, അല്ലാണ്ട് ഞാൻ ഈ കുട്ടി VCക്ക് കംപ്ലൈന്റ് തന്നിട്ടില്ല. VC അഥവാ ഡീന മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എനിക്കത് ഫോർവേഡ് ചെയ്തിട്ടില്ല. അൺഒഫീഷ്യലായിട്ട് എനിക്ക് അങ്ങനെ അന്വേഷിക്കാൻ പറ്റും? എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയോട് ഇത് അന്വേഷിക്കുക? ഈ ആത്മഹത്യയിലേക്ക് പോലും വഴിതെളിച്ചത് ഈ പരാതിയാണെന്നുള്ളതാണ് ഒരു വശത്ത് ഉയർന്ന ആരോപണം. അങ്ങനെ ഒരു വശത്ത് ഈ പരാതി ചർച്ചയായി നിൽക്കെ അതാരാണ് ആ പരാതിക്കാരി, എന്താണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പോലും ഒരു VC നിങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും അന്വേഷിച്ചിട്ടില്ല. രാഷ്ട്രീയ പശ്ചാത്തലം അല്ല, പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവിടെ കുറേ കുട്ടികളായിട്ട് വാലന്റൈൻ ഡേയ്സ് ഈ കുട്ടി പോയി ഡാൻസ് ചെയ്തിരുന്നു. അത്ര ആ ലെവലിലുള്ള ഒരു ഇൻഫർമേഷൻ. കുറെ കുട്ടികളുടെ പെൺകുട്ടികളൊപ്പം ഡാൻസ് ചെയ്തിട്ട് ഈ വിഷയം ഉണ്ടായ ശേഷം ഒരു കുട്ടിക്ക് മാത്രമാണോ പരാതി വന്നത്? ഈ പരാതി ഒന്നും എനിക്കറിയില്ല. ഈ പരാതി ഇങ്ങനെ തന്നതായിട്ട് എന്റെ ടേബിളിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇല്ല. അപ്പൊ ഈ അവിടുത്തെ ചില അധ്യാപകരും അവിടുത്തെ ഈ വിഷയങ്ങളിൽ കൂട്ടു പങ്കാളികളാണെന്നുള്ളതിന്റെ തെളിവാണുള്ളത്. VC എന്ന നിലയിൽ ഇത്രയും വിഷയം ഉണ്ടായിട്ടും VC എന്ന നിലയിൽ ഇത്തരം ഒരു പരാതി പോലും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ന് അല്പം മുമ്പാണുള്ള ഗവർണറുടെ സസ്പെൻഡ് ചെയ്തത്, അതിനിടയിൽ പോലും അങ്ങയുടെ മുന്നിലേക്ക് ഈ പരാതി എത്തിക്കാതിരിക്കുന്നതിന് അവിടുത്തെ ചില അധ്യാപകരും ഈ വിദ്യാർത്ഥി സംഘടന ഈ ഭാരവാഹികൾ എല്ലാവരും ഒരു ഒന്നിച്ചുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അല്ലേ? അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് എത്തേണ്ടതല്ലേ പരാതി? എന്റെ എത്തേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ല. ഫെയർ അല്ലാത്ത എന്തോ അവിടെ നടന്നിട്ടുണ്ട് ഇതിന് ശേഷം. ഫെയറില്ലാത്ത കാര്യങ്ങളൊക്കെ സംശയമില്ല. പെൺകുട്ടിയുടെ അടക്കം എന്ന് കരുതുന്നു. അതെ, ആയിരിക്കും. തീർച്ചയായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും.
ഈ സ്വാഭാവികമായിട്ട് SFI ആണ് പ്രതിസ്ഥാനത്ത്. സർക്കാരിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇവരെ സംരക്ഷിക്കാൻ. ഈ നിമിഷം വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേതാവോ ഒരു ഗവൺമെന്റ് മന്ത്രിയോ ഈവൻ രാജ്ഭവനിൽ നിന്നോ ഇത് സംബന്ധമായിട്ട് ഒരു പ്രശ്നവും തന്നിട്ടില്ല. സംശയമില്ലാത്ത കാര്യമാണ്, അത് ഞാൻ പറയുന്നു. ഈ പ്രതികൾക്കൊപ്പം ഇന്നലെ അടക്കം എന്നോട് ചോദിച്ചിരുന്നു ആരൊക്കെ. മാത്രം ഇരയാക്കി ഇപ്പോൾ അല്ല, അത് പ്രശ്നമില്ല. ഈ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ചില രാഷ്ട്രീയ നേതാക്കള് പറയുന്നത് നമുക്കറിയില്ല, രാഷ്ട്രീയ നേതാക്കൾ അവരൊപ്പം ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന പിന്നീട് മാറിയ ആളുകൾ പോലും ഉണ്ടായിരുന്നതൊക്കെ ഇത് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള സത്യമല്ലേ? ഉണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. ഈ ഗവർണറുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലിരുന്നിട്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാലും ഒരു മനോവിഷമമുണ്ടോ? അത് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 4.5 കൊല്ലം കഴിഞ്ഞു. ഈ 4.5 കൊല്ലം വളരെ ഭംഗിയായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോരാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു വിഷമമാണ്. ഇനി ഗവൺമെന്റ് പിന്നെ ഇത് വീണ്ടും കേസിന് പോകണം, കോടതിയിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടാൽ പോകാൻ തയ്യാറുണ്ടോ? സർക്കാർ ഗവർണറും സർക്കാരും ഭയങ്കര ഇത് നടക്കുന്നുണ്ട്. ഞാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഇതിനും പോകില്ല. ഇനി അത്തരത്തിലുള്ള സാഹചര്യം വരികയാണെങ്കിൽ അന്നേരം ആലോചിക്കും, അന്നേരത്തെ ഇതനുസരിച്ച്. അതർവൈസ് ഐ എം നോട്ട് ഫോർ എനി ലീഗൽ ആക്ഷൻ. ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ സമയത്തിന് ചെയ്യാത്തത് കൊണ്ട് ഒരു ദാരുണമായ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഉത്തരവാദികളെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും തൽക്കാലം സസ്പെൻഡ് ചെയ്യാനും ഉള്ള ഓർഡേഴ്സ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഒരു കാര്യം കൂടി, ഈ കുറ്റകൃത്യം ചെയ്തവർ ക്രിമിനൽസ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർ, കുട്ടികളാണ് പറയാം. ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് കൊലയും നടത്തുന്ന ആൾക്കാരല്ല. ഇവർ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഗവർണർ പറഞ്ഞത് ശരിയാണ്, ക്രിമിനൽസ് ആണെന്ന്. അത് എനിക്ക് അതിനോട് ഞാൻ അതിനകത്ത് വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇപ്പൊ ഇന്ന് ഗവർണർ ഉന്നയിച്ചിരുന്ന PFI ബന്ധമാണ്. അത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനാ ബന്ധമാണ്. അങ്ങ് VC ആയിരുന്ന ഒരു കോളേജിൽ SFIയും PFIയും തമ്മിൽ ഇങ്ങനെ ഗവർണർ ഉന്നയിക്കുന്ന ആരോപണം ആ രീതിയിൽ വരണമെങ്കിൽ അതൊരു രാജ്യദ്രോഹ വിഷയം കൂടിയായി മാറില്ല. ആ സംവിധാനത്തിൽ നടന്നു വന്നല്ല വരുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്, സംശയമില്ല. അന്വേഷിക്കേണ്ട വിഷയമാണ്. അത്തരത്തിലുള്ളൊരു തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേശദ്രോഹമായിട്ടുള്ള പരിപാടിയാണ്. അല്ല, ഈ പറഞ്ഞ പോലെ കണക്ഷൻസ്, PFI ആയിട്ടുള്ള കണക്ഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദേശദ്രോഹ നടപടി തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം. അതെ, തീർച്ചയായിട്ടും. സാറേ, ഒരു കാര്യം കൂടി, ഈ ഗവർണർ ഇപ്പോ ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് പോയിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് കോടതിയുടെ സഹായം തേടിയിരിക്കുകയാണ്. അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ല, അന്വേഷണം ഏത് വിധേനയായാലും അത് ശരിയായിട്ടുള്ള നമുക്ക് ഉത്തരം കിട്ടുന്ന അന്വേഷണം ഏതായാലും നല്ലത് എന്നാണ് എനിക്ക് പറയുന്നത്. ഈ ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അല്ല, ആവട്ടെ, അന്വേഷിക്കട്ടെ. നമുക്ക് സംഗതി തെളിയണം ഇവിടെ നടന്നിട്ടുള്ളത്. ശശീന്ദ്രന് താൽക്കാലിക ചുമതല VCയുടെ നൽകിയിട്ട് ഗവർണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്താ ഗവർണറുടെ ആ ഒരു നടപടി കാണും? ഇല്ല, നല്ലതാണ്. എൻ്റെ തന്നെ കൊളീഗാണ് അദ്ദേഹം. കഴിഞ്ഞ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നല്ല സെലക്ഷനാണ്. അതെ, എന്തായാലും അവിടെ ഒരു കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടായിരുന്നില്ല ആ കോളേജിനകത്ത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സംശയമില്ല. ആ ഹോസ്റ്റലിൽ അസിസ്റ്റന്റ് വാർഡൻ മോണിറ്ററിങ്, അതുപോലെ ഡീൻ്റെ പീരിയോഡിക് വിസിറ്റ് ഇത് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഫലം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ മന്ത്രിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. മന്ത്രിയോട് ഞാൻ പറയും എന്തായാലും ഇങ്ങനെ സംഭവം. മന്ത്രി അറിഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകം, അപ്പോൾ തീർച്ചയായിട്ടും പറയും. അതെൻ്റെ ഒരു മര്യാദയുള്ളൂ. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഇല്ല, മന്ത്രി പറയുന്നുണ്ടല്ലോ, മന്ത്രിയും സംരക്ഷിച്ചില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യാമെന്നും എനിക്കറിയില്ല. ബട്ട് ഐ ആം നോട്ട് ഫോർ എനി ലീഗൽ ആക്ഷനോ അല്ലെങ്കിൽ പറയാനോ. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, ഗവർണർ ഒരു വിശദീകരണം എന്നിൽ നിന്ന് മേടിക്കേണ്ടിയിരുന്നു. എന്നെ വിളിച്ച് അത് നടന്നിട്ടില്ല.
SFIയുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടി നമ്മൾ എങ്ങനെ കാണും? ഇത് SFI SFI ഇവരെ സംരക്ഷിക്കാനുള്ള നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്? അല്ല, അത് എനിക്ക് അവർ സംരക്ഷിക്കാൻ വന്നിട്ടുണ്ടോ ഇത് അതിനെ പറ്റിയിട്ട് അറിയില്ല. അത് കാരണം അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അത് തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും. പക്വത പാലിക്കേണ്ടിയിരുന്നില്ല. എല്ലാവരും പക്വത പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പലപ്പോഴും എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ശരിക്കും അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സാറിൻ്റെ അത് ശരി, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എൻക്വയറിയും ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അവർ പറയും, ഞാൻ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അല്ല, അത് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. സംശയം പിന്നെന്താ സംശയം? 3 ദിവസം ക്രൂരമായി മർദ്ദിച്ച് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആലോചിച്ചാൽ ആ ദുഃഖം മനസ്സിലാത്തത്. ഓക്കെ, താങ്ക് യു. വെറ്ററിനറി സർവകലാശാല VC സംസാരിക്കായിരുന്നു മാധ്യമങ്ങളോട്. കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങൾ അതിനൊക്കെയും ക്ഷമയോടുകൂടി തന്നെ VC മറുപടി പറഞ്ഞു. 4.5 കൊല്ലം നന്നായി പ്രവർത്തിച്ചു, പക്ഷേ ഇങ്ങനെ ഇറങ്ങേണ്ടി വരുന്നൊരു വിഷമമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് ചെയ്യാത്തത് മൂലമാണ് തനിക്ക് ഇറങ്ങേണ്ടി വന്നത്. പക്ഷേ ചാൻസലർ കൂടിയ ഗവർണർക്ക് ഈ നടപടിക്ക് മുൻപ് തന്നോട് ചോദിക്കാമായിരുന്നു, വിശദീകരണം തേടാമായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നിയമപരമായ നടപടിക്കും താനില്ല. 5 മാസം കൂടിയേ ബാക്കിയുള്ളൂ, സമാധാനമായി ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറയുകയാണ് VC.